സത്യസന്ധതയും വിശ്വാസ്യതയുമാണ് ഒരു നല്ല നേതാവിന്റെ അടിസ്ഥാന ഗുണങ്ങളെങ്കിലും അഴിമതി, അത്യാഗ്രഹം, സ്വജനപക്ഷപാതം തുടങ്ങിയ പദങ്ങളുമായി രാഷ്ട്രീയം പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. മറുവശത്ത് സമൂഹങ്ങളുടെ രൂപീകരണം മുതൽ രാഷ്ട്രീയം മഹത്തായ പങ്കുവഹിക്കുന്നവയാണ്. നമുക്കറിയാം, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ കാലാവസ്ഥയും ദിവസവും മാറി മറിയുന്നതാണ് കാണുന്നത്. അതായത് നല്ലൊരു നേതാവെന്നാൽ അവരുടെ വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും സുതാര്യതയും സത്യസന്ധതയും ഉത്തരവാദിത്വബോധവും എന്നും നീതിപൂർവ്വം പുലർത്തിയേ തീരൂ. തങ്ങളുടെ വളർച്ചയിൽ പ്രധാന പങ്ക് അവരെ ജയിപ്പിച്ച വോട്ടർമാർക്ക് തന്നെയാണ് എന്ന പൂർണ്ണബോധ്യം അവർക്കുണ്ടാകണം. ഏത് സാഹചര്യത്തിലും തന്റെ സൽപ്പേര് തകർക്കുന്ന സാഹചര്യം ഒരുക്കാൻ പാടില്ല എന്ന രാഷ്ട്രീയക്കാർ മറന്നുകൂടാ. ഇവരിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നത് അന്തസ്സുറ്റ വാക്കും പ്രവൃത്തിയുമാണ്. നാവിന്റെ വിലയും നിലയും തിരിച്ചറിഞ്ഞുള്ള പ്രവൃത്തി രാഷ്ട്രീയക്കാരന്റെ തലവര മാറ്റും. അത്തരത്തിൽ രാഷ്ട്രീയക്കാരനായി വളർന്നു വരുന്ന ഓരോ പ്രവർത്തകർക്കും ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടാകും. ചില രാഷ്ട്രീയ മുഖങ്ങൾ കുട്ടികളുടെ മനസ്സിൽ പോലും എന്നും നിറഞ്ഞു നിൽക്കും. ചിലപ്പോൾ അവരുടെ ഭരണ മികവായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലുക്കും നടത്തവും പെരുമാറ്റവുമായിരിക്കും. അങ്ങനെ എന്നും ജനഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന രണ്ടു പേരുകളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കൾ, രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മക്കൾ എന്നതിനപ്പുറം രാജ്യം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇന്ന് രണ്ടുപേരും. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വൻ വിജയം നേടി MP ആയി പാർലമെന്റിലെത്തി. ഇതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള 3 പേർ പാർലമെന്റിന്റെ സാന്നിധ്യമാവുകയാണ്. കോൺഗ്രസ് സംഘടനാ ചുമതല ഏറെ നാൾ വഹിച്ച ശേഷമാണ് ജനപ്രതിനിധി എന്ന കുപ്പായം പ്രിയങ്ക ഗാന്ധി അണിയുന്നത്. ഇത് രാജ്യത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ആത്മവിശ്വാസവും ഊർജവും പകരുന്നതാണ്. പ്രിയങ്ക പാർലമെന്റിൽ ഉറച്ച ശബ്ദമായി എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു. രാഹുൽ ഗാന്ധിയുമായി പ്രിയങ്ക പാർലമെന്റിൽ എത്തുന്നത് BJPക്കും NDAയ്ക്കും ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. കാരണം കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഇരുവരും കണ്ടുവളർന്നത് രാഷ്ട്രീയ കാഴ്ചകൾ തന്നെയാണ്. ഇരുവരും വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തുടനീളമുള്ള പാർട്ടി പ്രവർത്തകരുമായി ഇരുവർക്കും നല്ല ബന്ധവുമാണുള്ളത്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തുന്നതോടെ 20 കൊല്ലമായുള്ള തങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമായെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. രാജ്യത്തുടനീളമുള്ളവർക്ക് പ്രിയങ്കരിയാണ് പ്രിയങ്ക. ജനങ്ങളും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പ്രിയങ്കയുടെ പാർലമെന്റ് പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇരുവരും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്കും യുവാക്കൾക്കും വേണ്ടി ശബ്ദമുയർത്തുമെന്നും ഉറപ്പാണ്. പ്രിയങ്കയും രാഹുലിനൊപ്പം ചേരുന്നതോടെ NDA സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായ ദിവസങ്ങളാക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. 2004 മുതൽ ലോക്സഭാ അംഗമായ രാഹുൽ ഗാന്ധി എത്രത്തോളം ജനമനസ്സുകളിൽ ഉണ്ട് എന്ന് പറയേണ്ടതില്ല. വിവിധ വിഷയങ്ങളിൽ കേന്ദ്രത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ കരങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ പാർലമെന്റിലെ പ്രിയങ്കയുടെ സാന്നിധ്യം സഹായിക്കുമെന്ന് ഉറപ്പാണ്. പാവങ്ങൾക്ക് നീതി കിട്ടാനായി പ്രിയങ്കയും രാഹുലും നിരന്തരം സർക്കാരിനെ കടന്നാക്രമിക്കുന്നത് നാം എന്നും കാണുന്നതാണ്. ആ കൂട്ടായ പോരാട്ടത്തിന് ഇപ്പോൾ കൂടുതൽ കരുത്തു കിട്ടിയിരിക്കുകയാണ്. രാജീവ് ഗാന്ധിയുടെ മരണത്തിനു ശേഷം കോൺഗ്രസിന്റെ അവസാന വാക്കായിരുന്നു സോണിയാഗാന്ധി എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിനെ ഒരുപോലെ നിയന്ത്രിച്ച നേതൃപാടവമുള്ള നേതാവാണ് സോണിയാഗാന്ധി. അതിനാൽ തന്നെ രാഹുലും പ്രിയങ്കയും ഒന്നിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയിരിക്കുമ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെ മാറി മറിയും. ഇത് ഉറപ്പാണ്. കാരണം തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തിരുന്ന പ്രിയങ്ക രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിലേക്ക് 2014 ശേഷമാണ് എത്തുന്നത്. പിന്നീട് 2019 മുഴുവൻ സജീവമാകുന്നതും കാണാൻ സാധിച്ചു. വെറും 5 വർഷം കൊണ്ടാണ് പ്രിയങ്ക അതിവേഗം കളം പിടിച്ചത്. രാഹുൽ ഗാന്ധിക്ക് രാജീവ് ഗാന്ധിയുടെ മകൻ എന്ന വിശേഷണമാണ് ലഭിച്ചത്. എങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരിനൊപ്പം എപ്പോഴും ഉയർന്നു കേട്ടത് ഇന്ദിരാഗാന്ധിയുടെ പേരക്കുട്ടി എന്ന വിശേഷണമാണ്. ഇരുവരുടെയും രൂപസാദൃശ്യം തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം. ഇന്ദിരയ്ക്കും സോണിയയ്ക്കും ശേഷം ഗാന്ധി കുടുംബത്തിലെ മറ്റൊരു വനിത കൂടി കളം പിടിച്ചു. BJPയെ നേരിടാനുള്ള കോൺഗ്രസിന്റെ ലൈൻ ഇതുവരെ നാം കണ്ടത് പാർലമെന്റിനകത്ത് രാഹുലും പുറത്ത് പ്രിയങ്കയും എന്നായിരുന്നു. എന്നാൽ ഇനി സഭയ്ക്കകത്തും പുറത്തും രാഹുലും പ്രിയങ്കയും ഒന്നിച്ച് BJPയെ നേരിടും. ഈ ബ്രാൻഡ് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ബ്രാൻഡായി മാറുമോ എന്നും സർക്കാരിനെ പ്രതിരോധിക്കാൻ ഇവർക്ക് എത്രത്തോളം സാധിക്കുമെന്നും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.